പിടിച്ച് കരക്കാ ബ്രോ. ഇട്ടേ പിക്നിക്കിന്റെ ഭാഗമായിട്ട് കസിൻസ് എല്ലാവരും കൂടി പുതിയ ഡെസ്റ്റിനേഷനിൽ വന്നേക്കാണ്. ഇത് പെൻസിൽവേനിയ സ്റ്റേറ്റ് ആണ്, അമേരിക്കയിലെ. ഇവിടെ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരുപാട് പുഴകളും ലേക്കും ഒരുപാട് മൗണ്ടൻസും വാട്ടർഫാളും ഉള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇനിയിപ്പം കൊറോണ എല്ലാം കാരണം നമുക്ക് വലിയ ലോങ് ഡിസ്റ്റൻസ് ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ചെറിയ ചെറിയ നിയർ ബൈ ഉള്ള ഭംഗികൾ ആസ്വദിക്കാൻ ഞങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നോക്കാമിക്സോൺ സ്റ്റേറ്റ് പാർക്കാണ് വന്നിരിക്കുന്നത്. ഇത് ഏകദേശം 2500 ഏക്കറോളം വരുന്ന ഒരു അടിപൊളി സീനിക് ആയിട്ടുള്ള ഒരു ലേക്കാണ്. അപ്പോൾ ലേക്കിന് ചുറ്റും നമുക്ക് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ ഹൈക്ക് ചെയ്യാനും സൈക്ലിംഗ് ചെയ്യാനൊക്കെ അടിപൊളി ലൊക്കേഷനുണ്ട്. ഫിഷിങ്ങിനൊക്കെ നല്ല സ്പോട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറച്ച് കയാക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു 1 ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. അപ്പോൾ അതിൻ്റെ ഭംഗിയുള്ള കാഴ്ചയിലേക്ക് എല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു. അപ്പോൾ ഇന്ന് കസിൻസ് മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും പുള്ളിയുടെ ഒരു ഫ്രണ്ടും ഞങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ലേക്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയുടെ കയാക്കിംഗ് ബോട്ടൊക്കെ എടുത്ത് ഒരു മോർ ഫണിന് വേണ്ടി ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ കളിയും ചിരിയൊക്കെ പറഞ്ഞ് അടിച്ച് ജോണിൻ്റെ ഒരു കയാക്കിംഗ് ബോട്ട് ഞങ്ങൾ അടിച്ചു പൊട്ടിച്ച് കളഞ്ഞു. ഇനിയിപ്പോൾ ഒന്നേ ബാക്കിയുള്ളൂ. ബാക്കി ഒന്നിൽ ഇനി ഓരോ ടീമായിട്ട് പോയിട്ട് കയാക്കിംഗ് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ ബേസിക് ഇൻസ്ട്രക്ഷനൊക്കെ ജോൺ തന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്വിം ചെയ്യാനും എങ്ങനെയാണ് കാര്യങ്ങൾ നേരിടുന്നതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓരോരുത്തരായിട്ട് കയാക്കിംഗ് അങ്ങ് ചെയ്തേക്കാം. All set? Ready? Let me give you a kick. Yeah, do it. You got 4 miles. We'll figure it out. എന്നാൽ പിന്നെ നമുക്ക് ഈ സമയം കൊണ്ട് ഒന്ന് ചുറ്റിക്കറങ്ങി ലേക്കിൻ്റെ സീനിക്കായിട്ടുള്ള ബ്യൂട്ടി ഒന്ന് കണ്ടേക്കാം. I'm good, thanks. തല കൊടുക്കടാ, തല കൊടുത്തു. Thank you. Enjoy your trip. ശരിക്കും സീനിക്കെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല വെയിലുണ്ടെങ്കിലും ചൂടുണ്ടെങ്കിലും കാണാൻ ഭംഗിയുള്ള വെള്ളത്തിൽ നമുക്ക് അടിപൊളിയായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ ലൊക്കേഷനാണ്. കൊറോണ ആണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വന്നാലും ഇവിടെ അത്ര വലിയ റഷ് ഒന്നുമില്ല. നമ്മൾ ആരുമായിട്ട് മിങ്കിളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ നമ്മൾക്ക് ബോട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിങ്ങിന് പോകാനും ഫിഷിങ്ങിന് പറ്റിയ അടിപൊളി ലൊക്കേഷനാണ്. ശരിക്കും എൻജോയബിൾ ആണ്. നിങ്ങളും കാഴ്ചകളൊക്കെ കണ്ടു നോക്കുക എങ്ങനെ ഉണ്ടെന്ന് പറ. ഈ സമയം കൊണ്ട് എല്ലാവരും കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ചാൻസ് ആണ്. അപ്പോൾ ഞാനും ഡോണും കൂടി കയാക്കിങ്ങിന് പോവാണ്. Left.
Yo! Jonan! Yo! Finally! പിടിച്ച് കരക്ക് കേട്ടാ. ബ്രോ you tired? അവന്റെ റോയിന്റെ അടുത്ത് മാറിയില്ലോ. ആവേശം കൊള്ളാം, തിരിച്ചു വരണം. എവിടെ ഇറങ്ങി നടുക്കെത്തി. ഇനി ഒന്ന് 360 ഡിഗ്രി കറങ്ങിയിട്ട് എല്ലാം ഒന്ന് കണ്ടേക്കാം. അവിടെ ഒരുപാട് ഒരു കയാക്കിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി. ഏകദേശം അവിടെ നമ്മൾ ഇറങ്ങി. നമ്മളവിടെ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി. എനിക്കത് പായ്ക്കപ്പലൊക്കെ ഏകദേശം ആ ഒരു ഭാഗത്ത് അവർ ഒക്കെ റെഡും യെല്ലോയും ബലൂൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ പായ്ക്കപ്പലുകൾക്ക് തിരിക്കുന്ന പോയിന്റുകളാണെന്ന് തോന്നുന്നുണ്ട്. സംഭവം കൊള്ളാം അല്ലേ? നല്ല കാറ്റ്, അത്യാവശ്യം വെയിൽ, സമ്മറിന് പറ്റിയ അടിപൊളി കാലാവസ്ഥ. വെള്ളത്തിൽ നല്ല ആഴമുണ്ട് കേട്ടോ. ഇവിടെ ഇറങ്ങാനോ നീന്താനോ ഒന്നും പറ്റാത്തൊരു ലൊക്കേഷനാണ്. ഇറങ്ങാൻ പാടില്ലെന്നാണ്. ഫിഷിംഗ് ഒക്കെ തന്നെ ആണെങ്കിൽ പർട്ടിക്കുലർ ലൊക്കേഷനിൽ അവർ ഫിഷിനെ വളർത്തുന്ന ഹാബിറ്റേറ്റിലൊന്നും നമുക്ക് പോയി മീൻ പിടിക്കാൻ പറ്റില്ല. അല്ലാത്ത ലൊക്കേഷനുകളിൽ നമുക്ക് പോയി മീൻ പിടിക്കാം. ഒരു പോയിന്റുകളുണ്ട്. പിന്നെ മോസ്റ്റ്ലി നേരത്തെ പറഞ്ഞാൽ ഇവിടെ മീൻ പിടിക്കണമെങ്കിൽ ലൈസൻസ് വേണം. ലൈസൻസ്, ഫിഷിംഗ് ലൈസൻസ് എടുത്താൽ മാത്രം മീൻ പിടിക്കാം. മീൻ പിടിക്കാൻ പോകുമ്പോൾ അത് നമ്മുടെ ക്യാപ്പയിൽ അത് പിൻ ചെയ്ത് വെക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു രീതികളുണ്ട്. ഈ ബോട്ടയിലൊക്കെ വന്ന് മീൻ പിടിക്കുന്നത് ചിലപ്പോൾ ഒരു മോർണിംഗ് വന്നിട്ട് ഒരു 3-4 hours കൊണ്ട് അവർ അത്യാവശ്യം ഫണ്ണും ഉണ്ട്. അവർക്ക് മീനും പിടിക്കാം. മീനൊക്കെ പിടിച്ചവർ സെറ്റായിട്ട് പോകും. തോണ എന്ത് പറയുന്നു? ക്ഷീണിച്ചോ? ബോട്ട് നേരെ വെച്ച് നമുക്ക് അപ്പുറത്തെ കരയിലോട്ടും അടുപ്പിക്കാം അല്ലേ? എനിക്ക് തല ഇറങ്ങിയിട്ടാണോ കാടെല്ലാം ഇറങ്ങുന്ന പോലെ? എന്തോ കറങ്ങുന്നുണ്ട് എന്ത് സംഭവം അല്ലേ? മരമൊക്കെ ഒന്ന് കുലുക്കുന്ന പോലെ ഇല്ലേ? ബോട്ട് ഒതുങ്ങിട്ടാണ്. ഫയലിൽ നമ്മൾ ഇപ്പുറത്തെ കരയിലോട്ടങ്ങ് എത്തി. ഇപ്പുറത്തെ കരയിൽ ഒന്ന് സൈഡ് അടിഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത്. ആ ഒരു വൈറ്റ് ബോട്ട് നിൽക്കുന്ന ഏകദേശം ആ ഏരിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കയാക്ക് ചെയ്ത് നമ്മൾ ഏകദേശം ഇങ്ങേ അറ്റത്തെത്തി. നല്ല അടിപൊളി ക്ലിയർ വാട്ടറല്ലേ? അപ്പോൾ പോയേക്കാം അല്ലേ? അങ്ങോട്ട് ആ മഞ്ഞ ബോൾ പിടിച്ചു പോവാം. ഓല്ല അവിടെ നിൽക്ക്. നല്ല സ്പീഡിലാണല്ലോ. പിടിച്ചു മക്കളെ, പിടിച്ചു.
കറക്ക് 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 കരക്കടുപ്പി Jonan, do it! Go. അങ്ങനെ കയാക്കിനൊടുവിൽ കുറച്ച് നേരം ഫുട്ബോളൊക്കെ കളിച്ച് അതിന് ശേഷം ഞങ്ങൾ ഹൈക്കിങ്ങിന് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയൊക്കെ ആയിട്ട് കാട്ടിലോട്ട് കയറാൻ തീരുമാനിച്ചു. എല്ലാവരും കൂടി ചുമ്മാ ഒരു ചെറിയ വാട്ടർഫാളോട് കാണാൻ വേണ്ടി പോവാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ ഒരു പ്രതീതി തന്നെയാണ്. ഒരു കാടിന് നടുവിലൂടെ ചെറിയ റോഡാണ്. ശരിക്കും ഇത് ബൈക്കിങ്ങിനും സൈക്ലിങ്ങിനൊക്കെ വേണ്ടിയുള്ള റോഡാണ്. ഇനി കാട്ടിക്കൂടെ നടക്കുന്നവർക്ക് വഴി തെറ്റായിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മരത്തേലൊക്കെ റെഡ് സൈൻ കാണാം. അപ്പോൾ അവർക്ക് പോയ വഴിയും തിരിച്ചു വരാനുള്ള ട്രാക്കിങ്ങിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാമായിട്ടുള്ള സീനിക് ആയിട്ടുള്ള ലേക്കിന് ചുറ്റുമുള്ള കാഴ്ചകളെല്ലാം കണ്ടേക്കാണ്. നമ്മൾ കയാക്കിങ്ങും ഒരു ചെറിയ ഹൈക്കിങ്ങും വെള്ളച്ചാട്ടവും കാട്ടിക്കൂടെയൊക്കെ നടന്നു. ഇതിൻ്റെ ഇവിടെ തീരുവാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. സോ വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ. Hope you all like this video. അപ്പോൾ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.